വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ബോട്ട് അപകടങ്ങളിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ഈ മരണങ്ങൾ നടന്ന സമയത്തും അതിനുശേഷവും അടിക്കടി ഗവൺമെന്റ് ഭാഗത്തു നിന്ന് മന്ത്രിമാരും മറ്റുമൊക്കെ വന്ന് അവരോട് അടിക്കടി പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളൊന്നും അവർക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, ദിനേന കടലിൽ പോയി മത്സ്യബന്ധനത്തിലൂടെ കിട്ടുന്ന വഴിയിലാണ് അവരുടെ അന്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരം കുടുംബങ്ങളോട് ഈ അപകടം നടന്നതിന് ശേഷം സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ഈ കുടുംബങ്ങൾക്ക് സർക്കാരിനോട് ചിലതൊക്കെ പറയാനുണ്ട്. അതുതന്നെ വെൽഫെയർ പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആണ് ഈ വിഷയങ്ങൾ കണ്ടെത്തുകയും അവരെ ചേർത്ത് പിടിക്കാനും ഇവിടെ ഈ വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ സർക്കാരിനോട് ഒക്കെ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ പ്രസ് ക്ലബ്ബിൽ ഈ സമ്മേളനം വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പൊഴിയിൽ ബോട്ട് അപകടത്തിൽ 4 പേര് മരണപ്പെട്ടതിലുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ്. എൻ്റെ പേര് മലാഷ കുഞ്ഞുമോൻ. എനിക്ക് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോടാണ് ഈ പരാതി സമർപ്പിക്കേണ്ടത്. മുതലപ്പുഴയിൽ മരണപ്പെട്ട 4 പേരുടെ മരണങ്ങളും വളരെ ദയനീയമായിരുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ സന്ദർശിച്ച എല്ലാ വ്യക്തികൾക്കും അത് വ്യക്തമായി ബോധ്യപ്പെട്ടതുമാണ്. അത് വന്ന് ബോധ്യപ്പെട്ട വ്യക്തികൾ എന്തുകൊണ്ട് ഞങ്ങളെ മറന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി, ഞങ്ങളുടെ വേദനയിൽ കൂടുതൽ പങ്കുചേർന്നു. എന്നിട്ടും ഞങ്ങളെ മറന്നു. കാരണം ഈ ജൂലൈ 10 ആയപ്പോൾ 1 വർഷമായി. ഇന്ന് ഞങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു, ഞങ്ങളുടെ ഓരോ സാഹചര്യങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ, അതൊന്നും ആരും അന്വേഷിച്ചില്ല. കുറച്ച് നന്മയുള്ള നല്ല സഹോദരങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ വരികയും ഞങ്ങളുടെ പരാതികൾ കേൾക്കുകയും ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഇരുന്ന് ഈ പരാതി പറയാൻ എനിക്കിടയായത്. ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഞങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ ചിലർ ശ്രദ്ധിക്കില്ല. പക്ഷേ അത് മാത്രം പ്രതീക്ഷിച്ച് കണ്ണീരോടെ പ്രാർത്ഥനയോടെ ഓരോ ദിവസങ്ങളും ഞങ്ങൾക്കത് ലഭിക്കണമേ എന്ന് പറഞ്ഞിരിക്കുന്ന ഓരോ കുടുംബങ്ങളുണ്ട്. അങ്ങനത്തെ കുടുംബത്തിലെ അംഗങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവരെ എങ്ങനെ മറക്കാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ എങ്ങനെ സാധിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ തിരിഞ്ഞു നോക്കണം. കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് പഠിക്കണം. സ്കൂള് തുറന്ന് 1 മാസമായി. അവരുടെ ബുക്കുകളോ അവരുടെ ബാഗുകളോ അവരുടെ മാതാപിതാക്കൾ സന്തോഷത്തോടെ ഇരുന്നപ്പോൾ അവർക്ക് കൊണ്ടുപോയി വാങ്ങിക്കൊടുത്ത സാധനങ്ങളൊന്നും ഇന്ന് ആ കുഞ്ഞുങ്ങൾക്കില്ല. മറ്റുള്ള വീടുകളിൽ 5 നോട്ട്ബുക്ക്, 2 പേന, ബാഗുകൾ, അങ്ങനെ ഓരോരുത്തരും വാങ്ങി പഠിക്കേണ്ട അവസ്ഥയാണ് ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്. അവരുടെ ആഹാര ചെലവുകളും, മരണം നടക്കുന്ന 1 മാസം വരെ എല്ലാ ബന്ധുക്കളും ഞങ്ങളുടെ കൂടെ കാണും. പിന്നെ ഞങ്ങൾ എല്ലാവർക്കും ഒരു ബാധ്യതയാണ്. ഞങ്ങളെ ഉപേക്ഷിച്ച് അവർ പോകും. കിടന്നുറങ്ങാൻ ഭവനമില്ലാതെ സഹോദരങ്ങളുടെ വീടുകളിൽ പോകുമ്പോൾ ആദ്യം സ്നേഹത്തോടെ പിടിച്ചണക്കി. കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്കും അത് ബുദ്ധിമുട്ടാകും. ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ ഭവനം നൽകണം. എനിക്കൊരു ഭവനമുണ്ട്. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഉള്ളതിലൊതുങ്ങി സന്തോഷത്തോടെ ആ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷെ എൻ്റെ സഹോദരങ്ങളുടെ അവസ്ഥ അതല്ല. എനിക്കൊരു കുഞ്ഞു ജോലിയുണ്ട്. മാസം 7000 രൂപയാണ് എനിക്ക് ലഭിക്കുന്നത്. പക്ഷെ ഇവരുടെ ഒന്നും അവസ്ഥ അതല്ല. രോഗികളായ അമ്മമാരുണ്ട്. ജീവിതം നഷ്ടപ്പെട്ടപ്പോൾ അന്ന് തകർന്നു പോയവരുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ എന്നും യാചിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങളുടെ വേദനകൾ മനസ്സിലാക്കി ഞങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിച്ച് അതെല്ലാം നടപ്പിലാക്കി തരണമെന്നാണ് എൻ്റെ പരാതി. ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി
ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളെ വീട്ടില് ആണുങ്ങളായിട്ട് ആരുമില്ല. എൻ്റെ ഒരു മൂത്തമ്മ 30 വയസ്സായപ്പോൾ മരിച്ച്, രണ്ടാമത്തവൻ കടലിൽ പോയി മരിച്ചു. ഒരു ഭർത്താവുണ്ടായിരുന്നു, ഒരു ചെറിയ മുട്ടായി കടയിൽ വെച്ചുകൊണ്ടിരുന്നത് 1.5 മാസമായി മരിച്ചിട്ട്. ഇപ്പൊ ആണെന്ന് പറയുന്ന ഒരുത്തരും ഞങ്ങളെ വീട്ടിലില്ല. ഈ രണ്ടും അമ്മക്കൊക്കെ കൂടി 4 കുട്ടികളുണ്ട്. അവരെ നോക്കാനും അവരുടെ ചെലവിനും അവരൊക്കെ ആവശ്യങ്ങൾക്കൊന്നിനും എന്നെ കൊണ്ട് കഴിയില്ല. ഞാനാണെങ്കിൽ ഒരു ക്യാൻസർ രോഗിയാണ്. ആ ചികിത്സയിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ആകെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. മുതലപ്പുഴയിലെ അപകടപ്പെട്ട ടോബിന്റെ കാര്യമാണ് ഞാൻ. സർക്കാർ തരാമെന്ന് പറഞ്ഞത് വീട്, കൊച്ചിൻ്റെ പഠിത്തം, ഇതെല്ലാം തരാമെന്ന് പറഞ്ഞിട്ട് ഇത് കിട്ടിയില്ല. ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 1 വർഷമായി ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നത് പോലും അങ്ങ് നോക്കുന്നില്ല ആരും. ഞങ്ങൾ എങ്ങനെയാണ് കഴിയുന്നത് പോലും നോക്കുന്നില്ല. സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടും ഇതൊക്കെ എല്ലാം ഉണ്ട്. എനിക്കൊരു ജോലി പോലും ഇല്ലാതെയാണ് ഞാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മ കച്ചവടത്തിന് പോകുന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എനിക്കൊരു ചേച്ചി ഉള്ളതാണ് എൻ്റെ സഹായം ചെയ്യുന്നത്. അല്ലാതെ കൂടെ പുറപ്പായിട്ട് വേറെ ആണുങ്ങൾ ആരുമില്ല. എൻ്റെ പപ്പയില്ല, പപ്പയും മരിച്ച്, ഞങ്ങൾ നോക്കാൻ ആരുമില്ല. ആ ഒരു ഇതിലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടണം. പിന്നെ ഈ വേദിയിലൊന്ന് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു ഇത് എനിക്കുണ്ട്. എനിക്കറിയത്തില്ല, ആരും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല, വിദ്യാഭ്യാസം ഇല്ല, ഞങ്ങളുടെ അമ്മയൊന്നും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളുടെ കുട്ടിക്ക് എങ്ങനെ ഞങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നിരുന്ന് ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങളുടെ കൊച്ചുങ്ങൾക്ക് പഠിപ്പിക്കണം, അതിൻ്റെതായ ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ. എൻ്റെ പേര് മേരി പിനില, 19 വയസ്സുണ്ട്. മുതലപ്പുഴയിൽ കഴിഞ്ഞ വർഷം ജൂലൈ 10-ാം തീയതി മരണപ്പെട്ടത് എൻ്റെ പപ്പയാണ്. ഞങ്ങൾ 3 പെൺകുട്ടികളാണുള്ളത്. ഞങ്ങളുടെ പപ്പ ജോലിക്ക് പോകുമ്പോൾ ഏകദേശം എൻ്റെ പപ്പ എന്നെപ്പോഴും ഇരിക്കുന്നത്. ഞാൻ എൻ്റെ പപ്പനെ കാണുന്നത് 2ാമത്തെ ദിവസം മുതലപ്പുഴയിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന രംഗമാണ്. തിരിച്ച് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു, കാണാൻ സാധിച്ചില്ല. അമ്മ പറഞ്ഞു, മക്കളെ നിങ്ങൾ അച്ഛൻ്റെ ബോഡി കാണണ്ട, നിങ്ങൾ കണ്ട പപ്പയാണ് അകത്തിരിക്കുന്നത്. നമ്മൾ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ മരിച്ചു കിടക്കുന്ന പൂച്ച, പട്ടിയുടെയൊക്കെ സ്മെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകത്തില്ലേ? അതുപോലെ എൻ്റെ പപ്പയുടെ ബോഡിയിൽ അന്ന് ദുർഗന്ധം അടിച്ച് ഇരിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പപ്പയുടെ സംസ്കാര ചടങ്ങിനൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ ഇരുന്നത്. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. എനിക്കൊരു ചേച്ചിയുണ്ട്, ഒരു അനിയത്തിയുണ്ട്. അനിയത്തി ഇപ്പോൾ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ചേച്ചി BCom കഴിഞ്ഞ്, ഞാൻ +2 സയൻസ് പഠിച്ച് കംപ്ലീറ്റ് ആക്കി ഇപ്പോൾ നിൽക്കുന്നു. ഫിഷറീസ് മന്ത്രി നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് വാഗ്ദാനങ്ങളും ഞങ്ങൾക്ക് തന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി തന്നത്, ഞങ്ങളുടെ അമ്മ ഇസ്രായേലിലാണ്, ഇല്ലീഗലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അധികം ജോലി കിട്ടാറില്ല. അമ്മ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടും അച്ഛൻ കടലിൽ പോകുന്നതാണ് ഞങ്ങൾ കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നത്. പപ്പ മരിച്ചതിന് ശേഷം അമ്മ ഫിസിക്കലിയും മെൻ്റലിയും ഒരുപാട് തളർന്നാണ് നാട്ടിൽ കഴിയുന്നത്. ഇന്ന് വരെ നാട്ടിൽ വന്നിട്ടില്ല. ഞങ്ങൾക്ക് വീടില്ല. ഞങ്ങൾക്ക് സ്ഥലം എടുത്ത് വീട് വെച്ച് തരാമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. അതന്വേഷിച്ച് പിന്നാലെ വന്നില്ല. എൻ്റെ ചേച്ചിക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ കാര്യം ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. എൻ്റെയും എൻ്റെ അനിയത്തിയുടെയും വിദ്യാഭ്യാസത്തിൻ്റെ പല കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുമെന്നും ഞങ്ങൾക്കും ഒരു നിലയിൽ ഞങ്ങൾ എത്തിക്കുമെന്നും ഞങ്ങളുടെ കൈകളിൽ പിടിച്ച് വാഗ്ദാനം ചെയ്തതാണ്. ഞങ്ങളുടെ വീട്ടിൽ വന്നു ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങളെ ചേർത്ത് പിടിച്ചാണ് എൻ്റെ പപ്പയുടെ വീട്ടിൽ ഞങ്ങളെ കൊണ്ടുപോയി അവിടെ വെച്ച് മീഡിയക്കാരുടെ മുമ്പിലാണ് ഇത് പറഞ്ഞത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ ദുരിതാശ്വാസ നിധിയിൽ നിന്നൊക്കെ നമുക്കൊരു 5 lakhs കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അത് കിട്ടിയില്ല. സാധാരണ ഒരു ഫിഷർമാൻ ഈ ഫിഷറീസ് ഓഫീസിൽ നിന്ന് അടയ്ക്കുന്ന കുറച്ച് ക്യാഷ് ഉണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലും അപകടം പറ്റി മരിക്കുന്ന വ്യക്തികൾക്ക് ആ സമയത്ത് ഒരു 10 ലക്ഷമായിട്ട് തിരിച്ചു കൊടുക്കും. ആ ക്യാഷ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഈ പറഞ്ഞ വീടോ വിദ്യാഭ്യാസമോ ജോലിയോ ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പൈസയോ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും തന്നിട്ടില്ല. ഒരുപാട് പേര് ഇതുപോലെ അന്വേഷിക്കും, കിട്ടിയോ.
ഇത് അപ്പോൾ പറയും ഞങ്ങൾ ചെന്ന് അന്വേഷിച്ചിട്ടുണ്ട്, ഇന്ന് ശരിയാവും നാളെ ശരിയാവും പറയാം എന്നല്ലാതെ ഒരിതും ഇന്നുവരെയായിട്ട് അതിനൊരു തീരുമാനം എടുത്തിട്ടില്ല. ഇത് ഗവൺമെന്റ് കാണുന്നുണ്ടെങ്കിൽ, മന്ത്രിയുടെ ചെവികളിൽ എത്തുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങൾ 3 പെൺമക്കളെങ്കിലും ആലോചിച്ച് ഞങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് തരണം. ഞങ്ങൾക്ക് പപ്പയില്ല, ഇത് അപേക്ഷയായിട്ട് കണ്ട് ഞങ്ങൾക്ക് തന്ന അവകാശങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു തരണം. വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നിറവേറ്റണം. എനിക്ക് പറയാം. മുതിരപ്പുഴയിലെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന അപകടങ്ങൾ കേരളത്തിന്റെ വലിയ ദുഃഖമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. ഈ സാഹചര്യത്തിൽ ഒരു വർഷം മുമ്പ് നടന്ന ഒരു കുടുംബത്തിലെ തന്നെ 4 അംഗങ്ങൾ മരണപ്പെട്ട ദാരുണമായിട്ടുള്ള ഒരു സംഭവത്തിൽ അതിന്റെ എല്ലാ പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളാണ് ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അവരവരുടെ വിഷയങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു. വളരെ കൃത്യമായിട്ട് മന്ത്രി സജി ചെറിയാൻ ഇവരുടെയൊക്കെ വീടുകളിൽ പോയി ഈ മോളുടെ അടക്കം കൈകളിൽ പിടിച്ചുകൊണ്ട് കൊടുക്കുന്ന ചില വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് 1 വർഷം മുമ്പുള്ള ന്യൂസ് ലിങ്കുകൾ പരിധിയിൽ കിട്ടും. അതിന്റെ ലിങ്ക് എൻ്റെ കയ്യിലുണ്ട്. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവർക്ക് അടിയന്തരമായിട്ട് വീട് വെച്ചു കൊടുക്കും, ഇവരുടെ കടം വീടാൻ വേണ്ടി സഹായം അനുവദിക്കും, അതുപോലെ തന്നെ ഇവരുടെ മക്കളുടെ വിദ്യാഭ്യാസവും ജോലിയും എല്ലാം ഏറ്റെടുക്കും. ഒരു ദുരന്തത്തിന്റെ അത്രയും പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിൽ മന്ത്രി സന്ദർശിക്കുകയും ഇത്തരം വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. എന്നിട്ട് അത് 1 വർഷമായിട്ട് ഒരു തരത്തിൽ ഇടപെടലുകൾ ഇതിൽ നടക്കുന്നില്ല. ഇവിടെ നേരത്തെ സംസാരിച്ച ഈ സഹോദരി, ഇവരുടെ മകൻ മരിച്ചിട്ട് 2 വർഷമായി. ഈ പറഞ്ഞ ഒരു സഹായവും ഇവർക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള 5 ലക്ഷം രൂപയോ വീടോ അല്ലെങ്കിൽ അതുപോലുള്ള സഹായങ്ങൾ ഒന്നും തന്നെ ലഭിക്കാത്ത വളരെ നിസ്സഹായരായിട്ടുള്ള കുടുംബങ്ങളാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ മുതലപ്പുഴയിൽ 78 മരണങ്ങൾ നടന്നിട്ടുണ്ട്. ആ 78 മരണങ്ങളിൽ തന്നെ വളരെ ചുരുങ്ങിയ അളവ് ആളുകൾ, 4-5 പേരാണ് ഇവിടെ ഉള്ളത്. ഈ സംഭവങ്ങൾ എല്ലാ വീടുകളിലും നിങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ക്രൂരമായിട്ട് അവഗണിക്കപ്പെടുന്ന കുടുംബങ്ങളെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. സർക്കാർ ചെയ്യേണ്ടത്, മുതലപ്പുഴയിൽ സർക്കാരിന്റെ വളരെ കൃത്യമായിട്ടുള്ള അനാസ്ഥ കൊണ്ടാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതെന്നും അവിടുത്തെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ കൊണ്ടാണെന്നൊക്കെയുള്ള പഠനങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് സർക്കാർ തന്നെയാണ് ഉത്തരവാദി. ആ ദുരന്തങ്ങളിൽ ഇരയാക്കപ്പെട്ടവരുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കേണ്ടതും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതും അവർക്ക് വേണ്ട വീടും അവർക്ക് വേണ്ട ജോലിയും അവരുടെ ഭാവിയുമൊക്കെ ഏറ്റെടുക്കേണ്ടത് സർക്കാർ തന്നെയാണ്. അതിൽ ആ സർക്കാർ ഇത്രയും വ്യക്തമായിട്ട് എല്ലാം അവർക്ക് വാഗ്ദാനം കൊടുത്തിട്ട് അത് ഏറ്റെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇത് മുതലപ്പുഴയിലെ ജനങ്ങളുടെ മാത്രം വിഷയമല്ല, കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പ്രതിഷേധിക്കേണ്ട വിഷയമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ മോനെയും ഇവരെ മോനുമാണ് ഒരുമിച്ച് മരിച്ചത്. മന്ത്രി വന്ന് 1 ലക്ഷം രൂപ വീതം ബുക്കില്ലാത്തതിനാൽ ഫണ്ടിന്ന് തരാമെന്ന് പറഞ്ഞു. ആ മന്ത്രിയെ ഞങ്ങൾ ഇതേവരെ കണ്ടിട്ടില്ല. നമുക്ക് സംസാരിക്കാനും സാധിക്കില്ല.